ചർമ്മ സംരക്ഷണത്തിനും തലമുടി പരിചരണത്തിനും ഏറെ ഗുണപ്രദമാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ അല്ലേ. പ്രകൃതിദത്ത ആൻറ്റി ഏജിങ് സവിശേഷതകൾ ചെമ്പരത്തിക്കുണ്ട്. കരുത്തുറ്റ തിളക്കമാർന്ന തലമുടി നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂവിന് കഴിയും. അതുകൂടാതെ തന്നെ പൂർണ്ണമായ വളർച്ച മുരടിച്ച മുടിവേരുകളിൽ പോലും ശക്തമായ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല ഉപയോഗിച്ചിട്ടുള്ള ഹെയർ മാസ്ക് ആയാലും ഹെയർ സൊല്യൂഷൻ ആയാലും അതുപോലെ ഹെയർ സിറോ ആയാലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന വീഡിയോൻ്റെ അടിയിൽ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് തെളിഞ്ഞ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഒരു 7-8 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. 5 തളിൻ്റെ ചെമ്പരത്തിപ്പൂവാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തെളിഞ്ഞ കഞ്ഞിവെള്ളം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിനെ നല്ലവണ്ണം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ചർമ്മ സംരക്ഷണത്തിന് എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തലമുടിയുടെ പരിചരണം എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം കരുതലോടെ മുടിയുടെ പ്രശ്നങ്ങളെ സമീപിക്കുന്നുവോ അത്രത്തോളം അനുകൂലമായ ഫലം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. പാർശ്വഫലങ്ങളില്ലാത്ത പരിചരണ ഉൽപ്പന്നങ്ങളാണ് ഏവരും തേടുന്നത്. പാർലറുകളിലും കടകളിലും ലഭ്യമാകുന്ന വ്യത്യസ്ത ഹെയർ സ്പാ ഒരു പരിധിവരെ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയേക്കും കേട്ടോ. അതിനേക്കാളും നമ്മുടെ പ്രകൃതിദത്ത വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി തിളപ്പിച്ച് മാറ്റി വെച്ച ആ വെള്ളത്തിലേക്ക് നമ്മൾ ഓരോ ചെമ്പരത്തിയുടെ പൂവായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മൊത്തത്തിൽ മാറും. അതുപോലെ തന്നെ എല്ലാ ചെമ്പരത്തിപ്പൂവും അതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ് അതിലേക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചോ നമ്മുടെ തലയിലേക്ക് സ്കാൽപ്പിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ ഓയിൽ മസ്റ്റാണ് കേട്ടോ. ഹെയർ ഓയിൽ ചെയ്ത് നല്ല രീതിയിലൊരു മസാജും കൂടെ കൊടുത്തതിന് ശേഷമാണ് ഇതൊന്ന് തലയിലേക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തേച്ചതിന് ശേഷവും ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഷാംപൂസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് കഴുകി കളയാവുന്നതാണ് സിമ്പിളായിട്ട്. ഇനി ഈ രീതിയിലല്ല, വേറൊരു രീതിയിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് വേറെ ഒന്നുമല്ല, നമ്മൾ കഞ്ഞിവെള്ളം തിളപ്പിക്കുന്ന സമയത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പൂ വിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇത് 2 രീതിയിൽ ചെയ്യാം, ഞാൻ ഇപ്പം കാണിച്ചതും അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞതും. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായിട്ട് തോന്നുന്നത്, അല്ലാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏതാണോ തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ പൂവിൻ്റെ ലഭ്യത അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുക. അല്ല എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുറഞ്ഞത് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ഏത് പ്രായക്കാർക്ക് സിമ്പിളായിട്ട് സ്വയം ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ കെയർ മെത്തേഡാണിത്. കുഞ്ഞു കുട്ടികൾക്ക് വരെ, അത് 4 വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞു കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രീതിയിൽ നമ്മുടെ മുടിക്ക് പ്രകൃതിദത്തമായ ഒരു ഹെയർ സൊല്യൂഷൻ തന്നെയാണിത്, അതിനൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.